മക്കളെ. അപ്പോൾ നിങ്ങൾ നീറ്റിന് പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം +1 നീറ്റ് പഠിക്കുന്നവരാവാം, അല്ലെങ്കിൽ +2 നീറ്റ് പഠിക്കുന്നവരാവാം, അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് ആവാം. അങ്ങനെ നമ്മൾ നീറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പം അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നിൽക്കുമ്പം നമ്മളുടെ മുന്നിൽ ആദ്യം വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഓൺലൈൻ ട്യൂഷനായിട്ട് പഠിക്കുന്നതാണോ നല്ലത് അതോ ഓഫ്ലൈൻ ആണോ നല്ലത് അല്ലേ? അപ്പോൾ നിങ്ങൾ കുറേ പേര് തന്നെ ഇപ്പോൾ ഓഫ്ലൈൻ പഠിക്കുന്നവരുണ്ടാവും, ഓൺലൈൻ പഠിക്കുന്നവരുണ്ടാവും. ഈ ഓഫ്ലൈനിൽ തന്നെ നമുക്ക് 2 കാറ്റഗറി ഉണ്ടാകും. ഒന്ന് ഡെയിലി വീട്ടിൽ പോയി വന്ന് പഠിക്കുന്നവർ, അതായത് ട്യൂഷൻ സെൻറ്ററിൽ പോയി പഠിക്കുന്നവരുണ്ടാകും. രണ്ടാമത്തത് നമ്മുടെ റെസിഡൻഷ്യൽ ക്യാമ്പസ് പോലെ, അതായത് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്നവരുണ്ടാവും. ഓക്കെ, അപ്പം മിസ് ഈ ഒരു വീഡിയോയിലൂടെ ഒന്നിനെ നല്ലതാക്കി പറയുന്നു, മറ്റതിനെ മോശമാക്കി പറയുന്ന ഒന്നുമല്ല. ഓൺലൈൻ്റെത് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഓഫ്ലൈൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ആൻഡ് ഈ 2 എണ്ണത്തിലും അതിൻ്റെതായിട്ടുള്ള നല്ലതുമുണ്ട് മോശമുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ചാണ് ഇത് നല്ലതാവുന്നതും മോശമാവുന്നതും. അപ്പം നമ്മൾ ഓരോരുത്തർ എങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മളുടെ രീതി എന്താണ്, അതിനനുസരിച്ച് നിങ്ങൾക്കിത് 2ഉം നല്ലതായിരിക്കും. അതായത് 2ഉം നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത്. നിങ്ങൾ ചിലപ്പം നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ നല്ല സ്യൂട്ടബിൾ ആയിരിക്കും. അതായത് കൂടുതൽ ആൾക്കാരൊന്നും എനിക്ക് കാണാൻ ഇഷ്ടമല്ല, ഞാനിങ്ങനെ പഠിച്ചോളാം, ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ പോയിക്കോളാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിരിക്കും സ്യൂട്ട് ചെയ്യുക. അതല്ല, മറ്റുള്ളവരൊക്കെ പഠിക്കുന്നത് കാണുമ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ടെന്നാൽ ഞാനും പഠിക്കണം, അങ്ങനെ മോട്ടിവേഷൻ കിട്ടുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒത്തിരി ലേറ്റ് ആക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മിസ് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ടീച്ചേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് ടീച്ചേഴ്സിൻ്റെ ഡയറക്റ്റ് ആക്സസ് ഉണ്ടാകുന്നത് എവിടെയായിരിക്കും? ഓഫ്ലൈനിലായിരിക്കും ടീച്ചേഴ്സിൻ്റെ ഡയറക്റ്റ് ആക്സസ് ഉണ്ടാവും. പക്ഷേ ഓൺലൈൻ എന്നുണ്ടെങ്കിൽ ടീച്ചറെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അതായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചറെ നേരിട്ട് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. അതായത് നിങ്ങളിപ്പോൾ അവിടെ നല്ലപോലെ ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ നേരിട്ട് പ്രസൻറ്റ് ആവണമെന്നില്ല അല്ലേ? ടീച്ചറുടെ ക്ലാസ് കിട്ടിയാൽ മതി, ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. പക്ഷേ അങ്ങനെ ഡിസിപ്ലിൻഡ് അല്ല, നമ്മളിങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവാൻ ചാൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിരിക്കും നല്ലത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടീച്ചർ ഉണ്ടല്ലോ, ടീച്ചർ കാണുകയും ഞാനിങ്ങനെ ഫോണിൽ കളിച്ചാൽ എന്ത് വിചാരിക്കും, ഞാൻ വേറെ എന്തെങ്കിലും ചിന്തിച്ചിരുന്ന് കഴിഞ്ഞാൽ ടീച്ചർ കാണുമല്ലോ എന്നുള്ള പേടിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിരിക്കും നല്ലത്. അതല്ല, നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, നിങ്ങൾക്ക് ക്ലാസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, നിങ്ങൾ ഇത് നേടിയേ പറ്റൂ, എനിക്ക് ഈ തവണ തന്നെ ക്രാക്ക് ചെയ്യണം, അത്രയധികം മോട്ടിവേഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ നിങ്ങൾക്ക് ടീച്ചറിൻ്റെ പ്രസൻസ് ഓർ ആബ്സെൻസ് നിങ്ങളെ മാറ്റർ ചെയ്യില്ല, ക്ലാസ് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കാം. രണ്ടാമത്തെ കാര്യം ഡിസിപ്ലിൻ. അതായത് നമ്മളിപ്പം സെൽഫ് ഡിസിപ്ലിൻ, മിസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് കറക്റ്റായിട്ട് നമ്മുടെ കാര്യത്തിലേക്ക് ഓറിയൻറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഓൺലൈൻ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് സമയമുണ്ട്, ഞാനിത് ഇന്ന് ഈ ക്ലാസ് കാണും, ഞാനിത് പഠിക്കും, അതിനുശേഷം എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലേ? നമ്മളൊരു പ്രോപ്പറായിട്ട് പ്ലാൻഡ് ആണ്, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിരിക്കും നല്ലത്. അതല്ല, നമ്മൾ അത്ര ഡിസിപ്ലിൻഡ് അല്ല, നമ്മൾക്ക് ബാക്കിൽ നിന്നൊരു പുഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിരിക്കും. കാരണം ഓഫ്ലൈനിൽ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയിരിക്കും ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം. നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? ഓൺലൈൻ ആയിരിക്കും നല്ലത്. ഓക്കെ, റെഡി. നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആണെന്നുണ്ടെങ്കിൽ മിസ് പറയുന്നത് നിങ്ങൾക്ക് ഓൺലൈൻ ആയിരിക്കും സെൽഫ് ഡിസിപ്ലിൻഡ്. അതല്ല, നിങ്ങൾ ഡിസിപ്ലിൻ ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ എന്തായാലും ആ ഒരു ക്ലാസ്സിൻ്റെ എൻവയോൺമെൻ്റ് ആയിരിക്കും, അപ്പോൾ അവിടെ എന്തായാലും ഡിസിപ്ലിൻ ഉണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് അതായിരിക്കും നല്ലത്. മൂന്നാമത്തേതായിട്ട് ഫ്ലെക്സിബിലിറ്റിനെ നോക്കുകയാണെങ്കിൽ മോർ ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് ഓൺലൈൻ ആയിരിക്കും. ഓക്കെ, ഇതിന് നമുക്ക് 2 ടിക്ക് കൊടുക്കാം. ഇതിന് ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ടൈം, ഇവിടുത്തെ ക്ലാസ് എല്ലാം തന്നെ എന്താണ്? ഫിക്സ്ഡ് ആണ്. നമുക്കത് ആർക്കും വേണ്ടിയിട്ട് മാറ്റാൻ പറ്റില്ല അല്ലേ? ഇപ്പോൾ ഈ ഒരു ടൈമിനാണ് ഈ ക്ലാസ്സെങ്കിൽ നിങ്ങൾ എല്ലാവരും ആ ടൈമിൽ ക്ലാസ് കാണണം. പക്ഷേ ഓൺലൈൻ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിപ്പോൾ ഇന്ന് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഫിസിക്സിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ ക്ലാസ് കാണാൻ ഇപ്പോൾ പറ്റുന്നില്ല, നിങ്ങൾക്കിപ്പോൾ മാത്സ് ആണ് ചെയ്യാൻ തോന്നുന്നില്ല, നീറ്റിന് മാത്സ് ഉണ്ടാവില്ല, കെമിസ്ട്രിയാണ് ചെയ്യാൻ മൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആ സമയത്ത് ഇരുന്നിട്ട് നിങ്ങൾക്ക് മാത്സിൻ്റെ ക്ലാസ് കാണാം അല്ലേ? അപ്പോൾ നമ്മളുടെ ടൈം അനുസരിച്ചും നമ്മളുടെ ആഗ്രഹം അനുസരിച്ചും നമുക്ക് എന്താണ് കറക്റ്റായിട്ട്. ഇപ്പോൾ ടൈമിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ രാത്രി ഒരു ക്ലാസ് നടക്കുന്നു, നിങ്ങൾക്ക് ആ സമയത്ത് വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് വേറെ എന്തെങ്കിലും എക്സാം ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ് നിങ്ങളുടെ ടൈം അനുസരിച്ച് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട്, ആ സമയം അന്നത്തെ ദിവസം നിങ്ങൾ ഭയങ്കര ടയേർഡാണ്, അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് രാവിലെ കാണാം. ഓക്കെ,
അപ്പോൾ അങ്ങനെ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓൺലൈനാണ് കുറച്ചുകൂടി ബെറ്റർ. ദെൻ സ്റ്റഡി എൻവയോൺമെൻറ്റിൻ്റെ കാര്യം പറയുമ്പം ഇത് കുറച്ചുകൂടി പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. അതാണെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞത് ചില ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ അധികം ആൾക്കാരെ ഒന്നും അങ്ങനെ കാണണ്ട. ഓക്കെ, ഞാൻ, എൻ്റെ ടീച്ചർ, എൻ്റെ ക്ലാസ്, എൻ്റെ പ്രിപ്പറേഷൻ, അത് മാത്രം മതി. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഓൺലൈൻ ആയിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മളുടെ ആ ഒരു സ്റ്റഡി, അതായത് അത്ര ശബ്ദമൊന്നും കേൾക്കാൻ ആഗ്രഹമില്ല, ഭയങ്കര നോയ്സ് ഒന്നും പറ്റില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിരിക്കും സ്യൂട്ട് ചെയ്യാം. അതല്ല, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ അല്ലാത്ത സമയത്ത് ഇങ്ങനെ തണുത്തിരിക്കും, എല്ലാവരും പഠിക്കുന്നു, അയ്യോ എന്നാൽ ഞാനും പഠിച്ചിട്ടില്ലെങ്കിൽ എവിടെ എത്തില്ല, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇങ്ങനെ നമ്മളോട് പറയുകയാണ് അതുകൊണ്ടോ എല്ലാവരും പഠിച്ചിട്ടുണ്ട്, എല്ലാവരുടെയും മാർക്ക് കാണുമ്പോൾ നമുക്ക് ആകെ ഒരു ടെൻഷൻ കയറിയിട്ട് നമ്മൾ പഠിക്കുന്ന ടൈപ്പാണ്. അങ്ങനെ ആ ഒരു സ്റ്റഡി എൻവയോൺമെൻറ്റിൽ എത്തിപ്പെട്ടിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓഫ്ലൈൻ്റെ ഒക്കെ കാര്യത്തിൽ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന സമയത്ത് നമ്മുടെ പിയേഴ്സ്, നമ്മുടെ പിയർ ഗ്രൂപ്പ് ഇരുന്ന് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് നമ്മളും ആ ട്രാക്കിൽ കയറി പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും, ഓഫ്ലൈൻ ആയിരിക്കും നല്ലത്. ഇത് രണ്ടും മിസ് ഇങ്ങനെ പറയാൻ കാരണം എല്ലാവരും ഡിഫറെൻ്റ് ആണ് അല്ലേ, എല്ലാവരും യുണീക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളിത് നോക്കിയിട്ട് തീരുമാനിക്കാം. ഇനി ഈ ബാച്ചിൻ്റെ കോസ്റ്റ് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എന്താണ്, ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ് നമ്മുടെ ഓഫ്ലൈൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. ഓൺലൈൻ ഇതിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആണ് അല്ലേ. ഇപ്പോൾ നമ്മളുടെ എക്സാമിനറിൻ്റെ തന്നെ നമ്മളുടെ ഓൺലൈൻ ബാച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ പൃഥ്വിക്കും നമുക്ക് വേദയ്ക്കും, അതായത് +1-നും +2-നും ബാച്ച് ഉണ്ട്. നമ്മുടെ ബാച്ച് ഫീ നോക്കുകയാണെങ്കിൽ 7,999 ആണ് വരുന്നത്. പക്ഷേ അതേ സെയിം സാധനം നിങ്ങളൊരു റെസിഡൻഷ്യൽ ആയിട്ടുള്ള ബാച്ചിലേക്കോ അല്ലെങ്കിൽ നിങ്ങളൊരു റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു 1 lakh വരും. കാരണം ചിലപ്പോൾ നിങ്ങളുടെ കോഴ്സ് ഫീ അത്ര വന്നിട്ടില്ലെങ്കിൽ കൂടെ നിങ്ങളുടെ ഹോസ്റ്റൽ ഫീ ഉണ്ടാകും, നിങ്ങളുടെ ഫുഡ് ഉണ്ടാകും, നിങ്ങളുടെ ട്രാൻസ്പോർട്ട് ഉണ്ടാകും. ഈ കാര്യങ്ങളൊക്കെ കൂടെ വരുമ്പോൾ മിനിമം എന്തായാലും ഒരു 1 lakh എത്തും. ഓക്കെ, ഒരു 80K ടു ഒരു 1 lakh തന്നെയാണ് പോവുക. ഓക്കെ, അപ്പം അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാകും. കാരണം ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത ആൾക്കാരെയൊക്കെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് ഒത്തിരി വരുന്ന ആൾക്കാരെ സംബന്ധിച്ച്, കാരണം നമ്മളൊരു റെസിഡൻഷ്യൽ ക്യാമ്പസിലോ ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കുമ്പം നമുക്ക് ചിലപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ആക്സസ് ഉണ്ടാവില്ല, അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ആക്സസ് ഉണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനത്തെ സെൻറ്റേഴ്സിലൊക്കെ നമുക്കൊരു ടാബ് നമുക്ക് ക്ലാസ് കാണാൻ മാത്രം വേണ്ടിയിട്ടായിരിക്കും തരിക. അപ്പോൾ അങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് മാറിക്കിട്ടും. നമ്മൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻവയോൺമെൻറ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിരിക്കും സ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇനി അതല്ല, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങളെ ബാധിക്കില്ല, സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും ഞാൻ മൈൻഡ് ചെയ്യില്ല, എനിക്ക് എൻ്റെ കാര്യത്തിൽ ഫോക്കസ് ആണുള്ളത് എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം കോഴ്സ് ഫീയും നല്ല കുറവാണ്, എക്സ്പെൻസീവ് ആയിരിക്കില്ല. ദെൻ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡെയിലി പോയി, അതായത് ട്യൂഷൻ സെൻറ്ററിൽ പോയി വീട്ടിലേക്ക് വന്ന് അങ്ങനെ പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ട്രാവലിൻ്റെ ടൈമുണ്ട്. അതല്ലാതെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലേ, നമ്മൾ പോയി വരുന്ന സമയത്ത് നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഒക്കെ ആയിരിക്കും വീട്ടിലെത്തുക. അപ്പോൾ അവിടെ കുറച്ച് ടൈം പോയി കിട്ടും. ഇനി അതല്ല, നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ടൈം അത്ര പ്രശ്നമില്ല. കാരണം മിക്കവാറും ഹോസ്റ്റലിൻ്റെ അടുത്തൊക്കെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ക്യാമ്പസ് ഉണ്ടാവാം. അതല്ല ദൂരെയാണെന്നുണ്ടെങ്കിൽ അവിടെ ട്രാവൽ എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ നമുക്ക് നല്ലതാണ്, ഒരു ചെറിയൊരു റിഫ്രഷ്മെൻറ്റ്. നിങ്ങൾ ഡെയിലി വീട്ടിൽ പോയി വരുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് നല്ല ടൈം വ്യത്യാസം ഉണ്ടാവും. അത് വെച്ച് നോക്കുമ്പോൾ ഓൺലൈൻ എന്താണ്, ഭയങ്കര ടൈം സേവിങ് ആണ്. നമുക്ക് എവിടെയും പോവണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മുടെ ഗാഡ്ജറ്റ് നോക്കി നമുക്ക് പഠിച്ച് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തതാണ് ഓരോന്നിൽ എന്താണുള്ളത് എന്നുള്ളത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ചൂസ് ചെയ്യുക. നിങ്ങളിപ്പോൾ റിപ്പീറ്റർ ആണെങ്കിൽ കൂടെ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഡിസ്ട്രാക്ഷൻസും കുറേ ആൾക്കാരുടെ ഒച്ചയും ബഹളമൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിരിക്കും നല്ലത്. പിന്നെ ഭയങ്കര എക്സ്പെൻസ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ, അതല്ല ഈ പറഞ്ഞതിന് ഓപ്പോസിറ്റ് കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ആവാൻ ചാൻസ് ഉള്ള ആളാണ്, അത്ര മോട്ടിവേറ്റഡ് ആയിട്ടല്ല ഇരിക്കുന്നത്, ഒരു ബാക്കിൽ നിന്ന് ഒരു പുഷ് വേണം, ഒരാളെന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വഴിതെറ്റി പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നിങ്ങൾക്ക് സ്യൂട്ട് ചെയ്യുന്നത്, അവർ ഓഫ്ലൈൻ പോകുന്നുണ്ടെന്നാൽ ഞാനും ഓഫ്ലൈൻ, അവർ ഓൺലൈൻ ആണെന്നാൽ ഞാനും ഓൺലൈൻ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണോ വേണ്ടത് അത് സ്യൂട്ട് ചെയ്യുക. ആൻഡ് ഇതിൽ നിങ്ങൾ ഏതാണ് സ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഓൺലൈനാണ് ചൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ട്, ഓഫ്ലൈൻ ആണ് എന്തുകൊണ്ട്. ഓക്കെ, അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.